സർക്കാർ ജോലികളൊക്കെ ചെയ്യുന്നവർ ഒരു പ്രത്യേക പ്രായം ആകുമ്പോൾ പെൻഷൻ പറ്റി അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കാറുണ്ട്. ആധ്യാത്മിക ജീവിതത്തിൽ ഇങ്ങനെ ഒരു പെൻഷൻ സ്വീകരിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ ഒരു പെൻഷൻ പ്രായമുണ്ടോ? ഇല്ല. നാം മരിക്കുന്നതുവരെ നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. നാം ഭൂമിയിൽ ജനിച്ചു വീണ സമയം മുതൽ മരണം വരെ പ്രത്യേകമായ ദൗത്യത്തിനായിട്ട് അയക്കപ്പെട്ടവരാണ്. അത് തിരിച്ചറിയാനും കണ്ടെത്താനും അത് പൂർത്തിയാക്കാനും പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യം. ദൈവം നമ്മെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അത് നമ്മുടെ കഴിവിൻ്റെ പരമാവധിയിൽ ചെയ്തു തീർക്കുകയുമാണ് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യം. 1-2 ദിവസമല്ല, മാസമല്ല, വർഷങ്ങളല്ല, മറിച്ച് ജീവിതാവസാനം വരെ ദൈവം എന്താണോ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ ജീവിതത്തിന് ശേഷം ഒരു പെൻഷൻ എടുക്കാനായിട്ട്, സമാധാനത്തിലായിരിക്കാനായിട്ട്, ഈ ജീവിതത്തിന് ശേഷം കർത്താവിൻ്റെ കൂടെ നിത്യമായ ശാന്തിയിലായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒരിക്കലും മാറുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്നവർക്ക് ഇതൊരു സുവിശേഷമാണ്. ഈ ഭൂമിയിലെ എല്ലാ കഷ്ടപ്പാടുകളും നമുക്ക് നിത്യജീവനിലേക്കുള്ള മുതൽക്കൂട്ടാണ്. അവിടെയാണ് നമുക്കെല്ലാവർക്കും പെൻഷൻ പറ്റുവാനായിട്ട് സാധിക്കുക. അതുവരെ കർത്താവ് തരുന്ന കൃപകൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും മനോഹരമായി ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലതീരാത്ത തിരിച്ചോറിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ.